ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലാവണ്യ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ ശ്രുതിനെ നോക്കിയിട്ട് അശ്വിൻ പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാണ്. ലാവണ്യ പോയി, ഇനി നിനക്കിവിടെ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല, ഇതുവരെയുള്ള പേയ്മെന്റ്സും കാര്യം എല്ലാം തന്നെ ചേച്ചി സെറ്റിൽ ചെയ്തിട്ട് ഇവിടെ പറഞ്ഞേക്ക്, ഇനി എന്തായാലും ഇവളുടെ ശല്യം ഈ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കണം നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ വിഷമം തോന്നുവാണ്. അശ്വിൻ അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ആ ലാവണ്യനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അവള് പോവാൻ ശ്രുതിമോളെ നീയാണ് സഹായിച്ചത്, അതുകൊണ്ട് എനിക്ക് നിന്നോട് വല്ലാത്തൊരു കടപ്പാട് തോന്നുന്നുണ്ട് എന്ന് പറയുവാണ്. പക്ഷെ അത് കേട്ട് നമ്മുടെ ശ്രുതിക്കും അഞ്ജലിക്കൊക്കെ വല്ലാത്ത ഒരു വിഷമവും അത് ബുദ്ധിമുട്ടുമായിട്ടോ തോന്നുന്നത്. അതിനുശേഷം വീട്ടിലെത്തണ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊക്കെ വന്നാലും ഞാൻ ലാവണ്യ മേഡത്തിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും, ഞാൻ വിചാരിച്ച കാര്യം അവിടെ നടത്തിയിരിക്കും എന്നൊക്കെ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രുതി ലാവണ്യനെ വിളിക്കുന്നുണ്ട്. ഹലോ ലാവണ്യ മേഡം, ആ പറ കാർട്ടൂൺ ബേബി എന്ന് പറയുമ്പോൾ, മേഡം ഞാൻ മേഡത്തിനെ വിളിച്ചത് വേണ്ട, എനിക്ക് മനസ്സിലായി എന്തിനാ വിളിച്ചതെന്ന്, അശ്വിൻ ASRനെ വിളിക്കാനായിരിക്കും അല്ലേ. നോക്കൂ ശ്രുതി, ഞാൻ ASRന് വേണ്ടി മാത്രമല്ല വേഷവും അതുപോലെ തന്നെ രൂപവും അതുപോലെ തന്നെ പെരുമാറ്റമൊക്കെ മാറ്റിയതിന് കാരണം നീയാണ്. അത് ASRന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇപ്പം ഞാൻ വീട്ടിൽ വന്നിട്ടും ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന മോഡേൺ ഡ്രസ്സൊന്നും അല്ല, നല്ല അടക്കം ഒതുക്കമുള്ള ഡ്രസ്സ് ഞാൻ ഇപ്പോഴും ഇട്ടിരിക്കണം, അതിനെ കാരണമെല്ലാം നീയാണ് ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട്, മേഡം ഞാൻ പറഞ്ഞത് ഞാൻ കാരണമല്ലേ മേഡവും അതുപോലെ തന്നെ അശ്വിൻ സാറും തമ്മിൽ പ്രശ്നം ഉണ്ടായത്, മേഡത്തിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ലാവണ്യ പറയണ്ട്, അതോർത്ത് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നീ ഒരു കാരണമല്ല, ഞാനൊരു കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് ഇട്ടു, അതിന് ഇത്രമാത്രം വഴക്ക് പറയേണ്ട കാര്യമൊന്നും ASRന് ഇല്ലല്ലോ, എന്തായാലും നീ അതൊന്നോർത്ത് വിഷമിക്കേണ്ട കാർട്ടൂൺ ബേബി, നീ കാരണമൊന്നും അല്ല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായത് എന്നിങ്ങനെ പറയുകയാണ്. എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയാണ്. മേഡം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല, മേഡം ഒരു കാര്യം തീരുമാനിക്കണം, എന്തൊക്കെ വന്നാലും സാറിനോടൊന്ന് മാപ്പ് പറഞ്ഞിട്ട് മേഡം തിരിച്ച് ആ വീട്ടിലേക്ക് കയറണം എന്ന് ശ്രുതി പറയുമ്പോൾ ലാവണ്യ പറയണ്ടേ, എന്ത് ഞാൻ മാപ്പ് പറയാനോ, എന്തിനാ ശ്രുതി ഞാൻ മാപ്പ് പറയണം, അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, ആ ഡ്രസ്സ് ഇട്ട് അശ്വിൻ്റെ റൂമിൽ പോയിരുന്നതോ അതൊക്കെ ഒരു വലിയ തെറ്റാണ് ശ്രുതി എന്ന് ചോദിക്കുകയാണ്. മേഡം അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും മേഡം ഒരു സോറി പറയുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ആവും എന്ന് പറയുമ്പോൾ ലാവണ്യ പറയണ്ടില്ല കാർട്ടൂൺ ബേബി, ഒരിക്കലും ഞാൻ സോറി പറഞ്ഞിട്ട് എന്തായാലും ആ വീട്ടിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട്, ശരി നിനക്ക് വേറൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലാവണ്യ ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ, ഈശ്വര ലാവണ്യ മേഡം ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ അമ്മായി പുറത്തിറങ്ങുമ്പോൾ ഒരു കടലാസ് ചുരുട്ടിക്കൂട്ടി കിടക്കുന്നത് കാണുന്നത്. അമ്മായി ആ കടലാസ് തുറന്നു നോക്കുമ്പോഴേക്കും അതൊരു പ്രണയലേഖനമാണ് കേട്ടോ. അമ്മായി അത് വായിച്ചു നോക്കുവാണ്, കണ്ണാടയൊക്കെ വെച്ചിട്ട്, ഈശ്വര ഇതാരാ ഇവിടെ ഇങ്ങോട്ടേക്ക് വലിച്ചേർന്നത്, വായിച്ചു നോക്കട്ടെ. പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണം കേട്ടോ. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തിനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്ററിൽ എഴുതിയേക്കണത്. ആ സമയത്ത് അമ്മ, ഈശ്വര ഇതാരാ എനിക്ക് എഴുതിയേക്കണത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ തങ്കം ചേട്ടനെ കാണുക കേട്ടോ. എടാ തങ്ക എന്ന് വിളിക്കുകയാണ്. ഹലോ എന്ന് പറയുമ്പോഴേക്കും, നീയാണോ ഇത് എഴുതിയെന്ന് പറയുമ്പോൾ, ഞാനോ, മര്യാദയ്ക്ക് ഇരുന്ന് പണിയെടുക്കടാ എന്ന് പറഞ്ഞിട്ട് അമ്മായി അങ്ങോട്ട് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രുതിയായിട്ട് ശരിക്കും അതൊക്കെ എഴുതണത്. ശ്രുതി അകത്ത് നിന്നിട്ട് പേപ്പറിൽ ഓരോന്നിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചുരുട്ടിക്കുട്ടി ശരിയായില്ല നമ്മുടെ വലിച്ചെറിയുന്ന സമയത്താണ് ആ ലെറ്റർ അമ്മയുടെ കൈ കിട്ടിയത് കേട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ പറയണ്ട, ഈശ്വര എങ്ങനെയെങ്കിലൊക്കെ ലാവണ്യമേടെ സംസാരിക്കുന്ന പോലത്തെ രീതിയിൽ വേണം ലെറ്റർ എഴുതാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. പക്ഷെ തെറ്റുമ്പോൾ ഇങ്ങനെ വീണ്ടും തെറ്റുമ്പോൾ കീറിക്കളയും. അപ്പം അമ്മ അങ്ങോട്ടേക്ക് വരണം, ആഹാ നീയാണോ അപ്പം പ്രണയലേഖനം എഴുതണത്, സത്യം പറ ശ്രുതി നീ ആർക്കാ പ്രണയലേഖനം എഴുതുന്നത്, ഷാമോനാണോ എന്ന് പറയുമ്പോൾ, ഷാമിനെയോ, എന്തിനാ ഞാൻ ഷാമിന് ലെറ്റർ എഴുതണത്, ഷാമിന് ലെറ്റർ എഴുതേണ്ട കാര്യമൊന്നും എനിക്കില്ല, പിന്നെ ശ്യാം സാർ ഇവിടെ തന്നെയുള്ളത്, പിന്നെ ശ്യാം സാറിന് ലെറ്റർ എഴുതേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയണ്ട്, അല്ല നിന്റെ അമ്മാവനും ശരിക്കും പറ ഒരു നാട്ടിലായിരുന്നു ഞാനും അമ്മാവനും, എന്നിട്ട് നിന്റെ അമ്മാവൻ എപ്പോഴും എനിക്ക് ലെറ്ററൊക്കെ എഴുതുമായിരുന്നു, അതുപോലെ നീ ഷാമോനെ എഴുതണമെന്നാണ് ചോദിച്ചത്, എനിക്ക് അങ്ങനെ ലെറ്റർ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി പിന്നെ ലെറ്റർ എഴുതുക കേട്ടോ. പിന്നെ നീ ഇത് ആർക്ക് വേണ്ടിയിട്ട് എഴുതണമെന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ ലാവണ്യ മേഡത്തിന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, ലാവണ്യ മേഡം പോലെ എഴുതിയിട്ട് എനിക്കിത് ASRന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ശ്രുതി പറയുക കേട്ടോ. അതിന് ശേഷം ശ്രുതി ലെറ്ററൊക്കെ എഴുതിയതിനു ശേഷം അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുവാണ്. അങ്ങനെ ശ്രുതിനെ കാണുമ്പോൾ തന്നെ അഞ്ജലിയും അതുപോലെ തന്നെ മനോരമയും ഇങ്ങനെ, ആ ശ്രുതി നീയോ എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ മനോരമ പറയണ്ട, നീ എന്തിനാടി ഇവിടെ പിന്നെയും വന്നത്, നിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞല്ലോ, ലാവണ്യക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ വന്നത്, ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, നിന്റെ ട്യൂഷൻ ക്ലാസ്സും എല്ലാം കഴിഞ്ഞു, എന്തായാലും നിനക്ക് സാലറിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയല്ലോ, നിനക്ക് എന്തായാലും അധ്വാനിക്കാണ്ട് പൈസ കിട്ടിയല്ലോ എന്നൊക്കെ മനോരമ പറയുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി ഓ എനിക്ക് മനസ്സിലായി നീ വന്നത് എന്താണെന്ന്, നിനക്ക് ഈ മാസത്തെ പേയ്മെൻറ്റ് തന്നില്ലല്ലേ, വെയിറ്റ് ചെയ്യ് ശ്രുതി ഞാൻ വരാവേ എന്ന് പറയുവാണ്. അപ്പോൾ അഞ്ജലി അകത്തേക്ക് പോണ സമയം നമ്മുടെ ശ്രുതി മുകളിൽ കയറി പോവാണ്ട് നമ്മുടെ അശ്വിൻ്റെ റൂമിലേക്ക്. അവിടെ അശ്വിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അഞ്ജലി നമ്മുടെ ശ്രുതിനെ, ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോകുവാണ്.
ആ സമയത്ത് അശ്വിൻ അഞ്ജലി നോക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, കുഞ്ഞ ശ്രുതിയുടെ ഈ മാസത്തെ സാലറി കൊടുത്തിട്ടില്ല, നീ ചെക്കിൽ സൈൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ശ്രുതിക്ക് അത് മാറായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി താഴ്ത്തുനിന്ന് നമ്മുടെ അഞ്ജലിനെ വിളിക്കുന്നു കേട്ടോ. അഞ്ജലി മോളെ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വരാട്ടോ കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ഓ നിനക്ക് പണിയെടുക്കാണ്ട് ശമ്പളം കിട്ടിയല്ലോ, കോൾ അടിച്ചല്ലോ, നിനക്ക് പിന്നെ പൈസക്ക് ആണല്ലോ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണ്ട അശ്വിനോട്, സർ ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്, ഞാൻ സാലറി മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്, പിന്നെ നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ബാഗിൽ നിന്ന് ആ ലെറ്റർ എടുക്കുവാണ്. നോക്ക് സർ, ഈ ലെറ്റർ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതെന്ത് ലെറ്ററാന്ന് ചോദിക്കുമ്പോൾ ഇത് ലാവണ്യ മേഡം സാറിന് വേണ്ടി എഴുതി എൻ്റെ കയ്യിൽ തന്നതാ എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുക. അതിനുശേഷം ആ ലെറ്റർ വാങ്ങിക്കുന്നുണ്ട്. ആ ലെറ്റർ വായിക്കുമ്പോൾ തന്നെ അശ്വിന് മനസ്സിലാവും അത് ലാവണ്യ എഴുതിയതില്ലെന്ന്. കാരണം എന്താണെന്നറിയാവോ, അതിൽ ഞാൻ ഹിന്ദിയിലെ ഭാഗം കൊണ്ട് പറഞ്ഞ ഹിന്ദി രീതിയിലാണ് ഞാൻ പറയണത്. അതായത് അത് മംഗ്ലീഷ് രീതിയിലാണ് എഴുതിയേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷിലായിട്ട് എഴുതത്തില്ലേ, അതുപോലെയാണ് എഴുതിയേക്കണം. ലാവണ്യ ഇംഗ്ലീഷിൽ മാത്രമേ എഴുതത്തുള്ളൂ, മലയാളം ആക്കിയിട്ട് എഴുതില്ല. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ അശ്വിനെ മനസ്സിലാവുന്നത് ശ്രുതി എഴുതാണ്. പിന്നെ മാത്രമല്ല ലാവണ്യ അങ്ങനെ എഴുതില്ലെന്നും അശ്വിൻ അറിയാം. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആ ലെറ്റർ കീറി കളയാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. പക്ഷെ അശ്വിൻ്റെ മുഖത്ത് ഒരു ചെറിയ ചിരിയും എന്തൊക്കെയോ ഒരു ഇതുണ്ട്. കാരണം ആ ലെറ്റർ വായിക്കുമ്പോൾ ശ്രുതി എഴുതിയ പോലത്തെ ആ ഒരു രീതി വായിക്കുമ്പോഴേക്കും ശരിക്കും ശ്രുതി അശ്വിന് ലവ് ലെറ്റർ കൊടുത്ത രീതിയിലേക്കാണ് കേട്ടോ. അതിൽ ഓരോ വാക്കുകളും ഇങ്ങനെ എഴുതിയ മിസ് യു, എനിക്ക് നിന്നിട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ശ്രുതിയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും എഴുതിയത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ചെറിയൊരു ഫീൽ അശ്വിൻ്റെ മുഖത്ത് വരുന്നൊരു ഭാഗമുണ്ട്. ശരിക്കും പറയാം ഹിന്ദിയിലത് നമുക്കതൊന്നും പറയാതെ തന്നെ അറിയാൻ പറ്റും കേട്ടോ, അവരുടെ മുഖം കാണുമ്പോൾ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.